നമസ്കാരം. ഞാൻ നിൽക്കുന്നത് വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്നും വെറും 2 കിലോമീറ്റർ മാറി വൈലിക്കട ജംഗ്ഷൻ സമീപം ഏകദേശം 7 സെന്റിലായിട്ട് 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വില കുറഞ്ഞ ഒരു മിനി കൊട്ടാരമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. നല്ല കിഴക്ക് ദർശനമുള്ള വീട്. കണ്ടില്ലേ, ഞാൻ രാവിലെ നിൽക്കുമ്പോൾ തന്നെ സൂര്യൻ ഡയറക്റ്റ് എൻ്റെ ഫേസിലേക്ക് അടിക്കുകയാണ്. ഇതിൻ്റെ നേരെ ബാക്ക് സൈഡിലാണ് വീട്. 2 എൻട്രൻസുകളാണ് ഈ വീട്ടിലേക്ക് വരുന്നത്. ഇത് നമുക്കൊരു കൊട്ടിയമ്പലം പോലെ ചെറിയ രീതിയിലേക്ക് ഒരു വാതിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാർ കയറാനുള്ള വാതിലും വെച്ചിട്ടുണ്ട്. ഏകദേശം 3-4 കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല അതിവിശാലമായിട്ടുള്ള ഒരു മുറ്റമാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് ഇരിക്കാനായിട്ടുള്ളൊരു ചെറിയൊരു കൊട്ടിയമ്പലം, അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ എന്താ പറയുക, ഒരു ബാൽക്കണി ഏരിയ ഒക്കെ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. നടുമുറ്റത്ത് നല്ലൊരു മാവുമുണ്ട്. വീട്ടിന് ഐശ്വര്യം കിട്ടുന്ന രീതിയിലേക്ക് നടുമുറ്റത്തൊരു മാവുമുണ്ട്. ആ സൈഡിലേക്ക് ഒരു തെങ്ങ് നിൽപ്പുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ഗസ്റ്റുകളൊക്കെ വന്നാലും നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാനൊക്കെ ആയിട്ടുള്ള നല്ല വിശാലമായിട്ടുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. അതെന്തുകൊണ്ടും മനസ്സിന് വളരെയേറെ നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നമുക്ക് നല്ല ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ. റോഡിൽ നിന്ന് അല്പം ഇങ്ങനെ ഹൈറ്റായിട്ട് കയറി വരുന്നുണ്ട്. നമുക്ക് വെള്ളം കെട്ടുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നോക്കണ്ട. നല്ല കിഴക്ക് ദർശനത്തിൽ നല്ല രീതിയിലേക്ക് നിൽക്കുന്ന ഒരു മിനി കൊട്ടാരം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് സിറ്റ് ഔട്ട് ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് ഏരിയ, തടിയിൽ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു സോപാനമുണ്ട്. നമുക്ക് ഇരിക്കാനൊക്കെ നല്ല ഒരു ഇതുണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു, എനിക്ക് പേഴ്സണലി ഇതിനകത്ത് ഈ വീട്ടിൽ കയറിയപ്പോഴും ഇതിനെ പുറത്തേക്ക് നിന്നപ്പോഴത്തേക്കും ഇവിടെ തോന്നുന്നൊരു ഒരു സന്തോഷം എന്ന് പറയുന്ന മനസ്സിന് നല്ല റിലീഫ് കിട്ടുന്ന ഒരു ഏരിയ. നല്ല ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ, എന്നാൽ ഹൈ റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് ഈ ഏരിയ. ഫ്രണ്ട് വാതിലൊക്കെ മനോഹരമായ രീതിയിലേക്കാണ് ഇതിന്റെ ഡിസൈൻ പാറ്റേൺ വന്നിട്ടുള്ളത്. നമുക്ക് ഈ പ്ലാബിൻ തടിയിലാണ് ഇതിന്റെ കംപ്ലീറ്റ് വാതിലുകളും നിർമ്മിച്ചിരിക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അകത്തേക്ക് കയറുമ്പോൾ നല്ല രീതിയിലേക്കുള്ള ഒരു ലിവിങ് സ്പേസും നമുക്ക് ഇവിടെ ഒരു ഡൈനിങ് സ്പേസും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഒരു ഏകദേശം പൂജാ റൂം കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം, ഹോള്, കിച്ചൺ, ഡൈനിങ് ഏരിയ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ സൈഡിലേക്ക് ഒരു എൽ മോഡലിലേക്കാണ് ഇതിന്റെ ഒരു ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. ഈ സൈഡിലേക്ക് വാഷ് ബേസിനും എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസുകളും എല്ലാം തന്നെ ഈ സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ പഴക്കം എന്ന് പറയുന്നത് ഒരു 10 വർഷത്തിൽ താഴെയാണ് ഇതിന്റെ പഴക്കം എന്ന് പറയുന്നത്. താഴത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോൾ എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം കൂടി ഇതിൽ കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂം സൈസ് ഒക്കെ ആയാലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം സൈസുകളാണ്. സ്റ്റോറേജ് സ്പേസുകൾ അവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ കുറച്ച് കബോർഡ്സ് ഒക്കെ ചെയ്യേണ്ടി വരും. നമുക്കറിയാം, ഒരു പഴയ വീട് മേടിക്കുമ്പോഴത്തേക്കും ഒരു ബഡ്ജറ്റ് കുറഞ്ഞൊക്കെ നമുക്ക് കിട്ടുമ്പോഴത്തേക്കും അതിൽ ചെറിയ മെയിൻ്റനൻസ് വർക്കുകളോ അല്ലെങ്കിൽ പെയിന്റിങ്ങിന്റെ ഒക്കെ കാണും. അത്തരത്തിലുള്ള വർക്കുകൾ മാത്രമാണ്. ഇതിനകത്ത് വേറൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ ചിന്തിക്കുന്നവർക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു വീടാണ്. കാരണം 2 സൈഡിൽ താഴെ 2 ഫ്ലോറിലേക്കും പുറത്തുനിന്ന് തന്നെ എൻട്രൻസ് ഉണ്ട്. താഴെയും മുകളിലും കിച്ചണായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമും മുകളിലത്തെ കൂടി 3 ബെഡ്റൂം, ടോട്ടൽ 5 ബെഡ്റൂം പ്ലസ് 2 ഫ്ലോറിലും കിച്ചണും വർക്ക് ഏരിയ എല്ലാം കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവർക്കൊക്കെ, ഇവിടെ ഈ സിറ്റിയിലൊക്കെ താമസിക്കണം അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തൊരു പ്രോപ്പർട്ടി മേടിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, ആ രീതിയിൽ ചിന്തിക്കുന്നവർക്കും എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വാല്യുബിൾ പ്രോപ്പർട്ടിയാണ്. വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ വീഡിയോ കാണിക്കുക. എങ്കിലേ വ്യത്യസ്തമായ വീഡിയോസുകൾ ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, എങ്കിലേ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. താഴത്തെ ഫ്ലോറിന്റെ 2ാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് അതും കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിന്റെ സൈസും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂം സൈസാണ്. പിന്നെ ഒരുപാട് ഇന്റീരിയർ വർക്കൊന്നും ചെയ്തിട്ടില്ല. പെയിന്റിങ് ഏകദേശം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായും ചുടുകല്ലിൽ നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഏത് രീതിയിലും ഇതിനെ യൂസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള വീടാണ് ഈ വീട്. താഴത്തെ ഫ്ലോറിൽ കിച്ചണിലേക്ക് കയറുമ്പോൾ കിച്ചൺ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിച്ചൺ തന്നെയാണ്. എന്നാലും ഒരുപാട് വലിപ്പമുള്ളതല്ല. എന്നാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ. സ്റ്റോറേജ് സ്പേസുകളിലൊന്നും യാതൊരു ടെൻഷനും വേണ്ട. നല്ല രീതിയിലുള്ള കബോർഡ്സ് വർക്കുകൾ എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. താഴെയും മുകളിലും ഒക്കെ നീറ്റായിട്ട് സൂക്ഷിക്കുന്നത് കൊണ്ട് അത് തന്നെ കുറച്ച് നാളായിട്ട് ഇപ്പൊ താമസമില്ല. എന്നാലും അതിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ മേടിക്കുന്നവർക്ക് അത്യാവശ്യം കയറി താമസിക്കാൻ പറ്റുന്ന നല്ല കണ്ടീഷനിലാണ് ഈ വീടുള്ളത്. താഴേക്ക് തന്നെ നല്ല അത്യാവശ്യം നല്ല രീതിയിലേക്ക് ഉള്ള സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ ഉണ്ട്. ഈ സൈഡിലേക്ക് നമുക്കൊരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് നമുക്ക് അടുത്ത വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങുമ്പോഴും വർക്ക് ഏരിയയുടെ കാര്യത്തിൽ, സ്പേസസിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും, നല്ല രീതിയിലുള്ള നല്ലൊരു വർക്ക് ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. കാറ്റും, ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ വീടിന്റെ ഏത് സൈഡിൽ നിന്നാലും നമുക്ക് നല്ല എയർ സർക്കുലേഷൻ, കാറ്റും വെളിച്ചവും കയറുന്നില്ല. ഈ സൈഡിലേക്കായാലും ആ സൈഡിലേക്കായാലും നമുക്ക് ഈ വർക്ക് ഏരിയ നോക്കുന്ന ഗസ്റ്റുകൾ വന്നാൽ പോലും നമുക്ക് ഫ്രണ്ട് ഗേറ്റിന് കാണാൻ പറ്റുന്ന രീതിയിലേക്കുള്ള കൺസ്ട്രക്ഷൻ വളരെ വ്യത്യസ്തമായ, അല്ലെങ്കിൽ നല്ല അടുക്കും ചിട്ടയോട് കൂടി ചെയ്തിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ ആണ് ഞാൻ ഇവിടെ കണ്ടത്. പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള വർക്ക് ഏരിയയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു വാതിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ നമുക്ക് ഗസ്റ്റ് ഒക്കെ വന്നാൽ പോലും നമുക്ക് കോമൺ ബാത്റൂം ആയിട്ട് ഔട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ ഫ്ലോറിലേക്ക് ഞാൻ പറഞ്ഞു 3 ബെഡ്റൂം, ഹോള്, കിച്ചൺ,
ഡൈനിങ് ഏരിയ രീതിയിലേക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 2 ഫ്ലോറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് എന്തുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു ബ്ലാക്കും വൈറ്റും ആയിട്ടാണ് ടൈൽ പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രാനൈറ്റും അതുപോലെ വൈറ്റ് ടൈലുമാണ് ഇതിന്റെ ഒരു ഡിസൈൻ വരുന്നത്. ഹാൻഡിൽ കംപ്ലീറ്റ് സ്റ്റീലിലാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ വളരെ മനോഹരമായ രീതിയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് കയറി വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു ഹോൾ ഏരിയ ആണ്. അവിടെയും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോഴും ബെഡ്റൂമിന്റെ സൈസിൽ യാതൊരു പ്രശ്നവുമില്ല. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ ഡ്രസ്സിംഗ് റൂമും കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസുകൾ അലമാരയെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീട് മേടിക്കുന്നവർക്ക് ഫർണിച്ചർ വാങ്ങിച്ച് ഒരുപാട് കാശൊന്നും കളയേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഫർണിഷിംഗ് ആയിട്ടുള്ള വീടായതുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടും അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ സൈഡിലേക്ക് നമുക്ക് ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സിംഗ് റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റും അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. ഡ്രസ്സിംഗ് റൂം കൂടി ഉള്ളത് കൊണ്ട് ഒരു പ്രീമിയം അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ രീതിയിലേക്കൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത്. മുകളിലത്തെ ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയും ഒരുപാട് ഇന്റീരിയർ വർക്കൊന്നും ചെയ്തിട്ടില്ല. ഒരു പ്രീമിയം ചെറിയ ടച്ച് ആയിട്ടൊക്കെ ഉള്ള ഒരു രീതിയിലേക്ക് ഇന്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബാത്റൂം സൈസ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള ഡോർ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു വ്യൂ ആയിട്ടുള്ള ഒരു ബെഡ്റൂം കൂടിയാണ് ഇതിൽ നിന്ന് ആ ബാൽക്കണി ഏരിയ എന്ന് പറയുന്നത്. മുകളിലത്തെ ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴത്തേക്കും ബെഡ്റൂം സൈസ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസുകളാണ് കൊടുത്തിട്ടുള്ളത്. അവിടെയും അത്യാവശ്യം ഒരു ചെറിയ രീതിയിലേക്കുള്ള ഇന്റീരിയർ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. അതും നമുക്ക് ഡ്രസ്സിംഗ് റൂമായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ചെറിയൊരു സ്പേസ് മാറ്റിയിട്ടുണ്ട്. ഇതിന്റെയും ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം ബാൽക്കണി ഏരിയയിലേക്ക് ഇറങ്ങാൻ പറ്റും. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതിന്റെ ബാൽക്കണി ഏരിയ. നല്ല അടിപൊളി ഡിസൈൻ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ബാൽക്കണി ഏരിയ എന്ന് പറയുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി ഏരിയ. ഈ ബാൽക്കണി ഏരിയയിലേക്ക് അകത്തു നിന്നും പുറത്തു നിന്നും നമുക്ക് കയറി വരാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സ്റ്റെയർകേഴ്സ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു 2 പേർക്ക് താമസിക്കാൻ 2 പാർട്ടിയൊക്കെ റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം നല്ല ഹൈ റെസിഡൻഷ്യൽ ഏരിയ. ഞാൻ അതിന്റെ ഇവിടെ റെസിഡൻഷ്യൽ ഏരിയയുടെ ഒരു വിഷ്വലൈസേഷൻ നമുക്ക് ഏറ്റവും ടോപ്പിൽ നിന്ന് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതാണ്. നല്ല ഹൈ റെസിഡൻഷ്യൽ പ്രീമിയം ഒരു ഏരിയ കൂടിയാണ് ഈ ഏരിയ. മുകളിലത്തെ നിലയിലെ കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ കിച്ചൺ എന്ന് പറയുന്നത് മുകൾ ഭാഗം ഷീറ്റാണ് ഇട്ടിട്ടുള്ളത്. പക്ഷെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ കേട്ടോ. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാം. നമുക്ക് ഇവിടെ നന്നായിട്ട് വർക്ക് ഏരിയയുടെ ആവശ്യമൊന്നുമില്ല. അത്രയ്ക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല സ്റ്റോറേജ് സ്പേസ് ആയിട്ടുള്ള നല്ല എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. താഴെയൊക്കെ തന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്കും ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം പുറത്തേക്ക് ഇറങ്ങാനായിട്ടായാലും കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യുന്നവർക്ക് ഇത് ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ല എയർ സർക്കുലേഷൻ. ഞാൻ പറഞ്ഞ ഫുൾ റെസിഡൻഷ്യൽ ഏരിയ ആണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ താഴേന്ന് വരുന്ന വേറൊരു സ്റ്റെയർകേഴ്സും ഉണ്ട്. ഇവിടുന്ന് നമുക്ക് മുകളിലേക്ക് കയറി പോകാനായിട്ടുള്ള ടെറസിലേക്ക് പോകാനുള്ള ഒരു സ്റ്റെയർകേഴ്സും ഉണ്ട്. റെസിഡൻഷ്യൽ ഏരിയയുടെ വിസിലേഷൻ ഞാൻ മുകളിൽ നിന്ന് കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് വെറും 2 കിലോമീറ്ററാണ് ഇതിലേക്ക് വരാനുള്ള ദൂരം എന്ന് പറയുന്നത്. മെയിൻ റോഡിൽ നിന്ന് 150-200 മീറ്റർ താഴെയാണ് ഇതിലേക്ക് വരാനുള്ള ദൂരം എന്ന് പറയുന്നത്. 7 സെന്റ് 2500 സ്ക്വയർ ഫീറ്റ് 5 ബെഡ്റൂം 2 കിച്ചൺ 2 ബാൽക്കണി ആയിട്ടുള്ള എല്ലാ വിശേഷങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 1,05,00,000 രൂപ മാത്രമാണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പർ വിളിക്കുക. വീഡിയോ കാണുന്നതെല്ലാം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ വീഡിയോ ശ്രമിക്കുക.